കേസ് അപ്പോൾ വിജയുടെ ഒരു ഫാനെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആലപ്പുഴ പങ്കജ് തിയേറ്ററിലേക്ക്. പങ്കജ് തിയേറ്റർ അപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പങ്കജ് തിയേറ്റർ തുറന്നിരിക്കുകയാണ്. പങ്കജ് തിയേറ്റർ എന്നല്ല, കേരളത്തിലുള്ള ഒട്ടുമിക്ക തിയേറ്ററുകൾ തുറന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അവിടുത്തെ സിറ്റുവേഷൻ എന്താണ്. നാളെ മാസ്റ്റർ സിനിമ റിലീസിംഗ് ആണ്. അപ്പോൾ തിയേറ്ററിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഫാൻസിൻ്റെ ആ ഒരു തള്ള് എങ്ങനെയാണ്, അവിടുത്തെ ഒരു ക്രൗഡ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ കുറേ നേരത്തെ കാത്തിരിപ്പ്, പുറത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾക്ക് ഗേറ്റ് തുറന്നു വന്ന ചേട്ടനാണ് കേട്ടോ ഇത്. ഒരു ഹായ് കൊടുത്തേക്ക്. അപ്പോൾ നമ്മളിവിടെ എത്തി നിൽക്കുകയാണ് കേട്ടോ പങ്കജ് തിയേറ്റർ. പിന്നിൽ കാണുന്നതാണ് പങ്കജ് തിയേറ്റർ, ആലപ്പുഴയുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള, അതായത് എന്താ പറയുക, മോഹൻലാൽ ഫാൻസും മമ്മൂട്ടി ഫാൻസും എല്ലാവരും വന്ന് ഒത്തുചേർന്ന് നിൽക്കുന്നത്. അതായത് ഈ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ഗ്രൗണ്ട് അല്ല സത്യം പറഞ്ഞാൽ. അതായത് ആളുകളെല്ലാം കൂടി നിന്നിട്ട് പടത്തിൻ്റെ റിലീസിൻ്റെ സമയത്തൊക്കെ തുള്ളി എന്താ പറയുക, തുള്ളി മറിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത്. അതായത് നമ്മുടെ ലാലേട്ടൻ്റെയൊക്കെ ഒരു പടം ഇറങ്ങാൻ നേരത്തെ തലേ ദിവസം ഇവിടെ DJ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആലപ്പുഴയിലുള്ള എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു സംഭവമാണ് അത്. ഓക്കെ, നമുക്കിനി തിയേറ്ററിൻ്റെ അകം ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെയാണ് കോവിഡിനെ ഇതാക്കിക്കൊണ്ട് ഈ തിയേറ്റർ തുടങ്ങുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഷോ ഇടുന്നത് എങ്ങനെയാണ്, അത് എങ്ങനെ ആൾക്കാരെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് കണ്ടുപോകാം, അകത്തൊന്ന് കണ്ടുപോകാം. അപ്പോൾ ഈ ചേട്ടനാണ് നമുക്ക് അകത്ത് കയറാനായിട്ടുള്ളൊരു പെർമിഷൻ മേടിച്ച് തന്നത്. ഈ കോവിഡിൻ്റെ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു സംഭവങ്ങളൊക്കെ? വളരെ ദയനീയമായിരുന്നു. സ്റ്റാഫിൻ്റെ കാര്യങ്ങളും എല്ലാവർക്കും ഭയങ്കര പാടായിരുന്നു. സ്റ്റാഫിനായാലും ഭയങ്കര നഷ്ടങ്ങൾ പ്രശ്നങ്ങളായിരുന്നല്ലോ, സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രൊജക്ടർ പോലത്തുള്ള കാര്യങ്ങളെല്ലാം 2 ദിവസം കൂടുമ്പോൾ AC അല്ല, 2 ദിവസം കൂടുമ്പോൾ 2 മണിക്കൂറോളം ഓടിച്ചു നോക്കാറുണ്ട്. 2 മണിക്കൂറോളം ഓടിച്ചു നോക്കാറുണ്ടല്ലേ പ്രൊജക്ടർ. അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ചിലവ് വരത്തില്ല അതിന് സ്വാഭാവികമായിട്ട്. കറണ്ട് ചാർജ് ബില്ലായാലും. അപ്പോൾ അതൊക്കെ നമ്മളെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തായിരുന്നു? മുതലാളിക്ക് നഷ്ടം തന്നെയല്ല. അപ്പോൾ ഇത് തുടങ്ങാൻ നേരത്ത് നമ്മളത് ഓവർകം ചെയ്യുമെന്നാണ് പ്രതീക്ഷ അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ആ പ്രതീക്ഷയിലൂടെ മുന്നോട്ട് പോകാം. മലയാള സിനിമയ്ക്ക് ഒരു എന്താ പറയുക, ഒരു പുതിയ സ്റ്റെപ്പ് ആയിക്കോട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അകത്തോട്ടൊന്ന് കയറി നോക്കാം. ഈ മാർച്ച് 26 ഈ മാർച്ചിന് പറഞ്ഞിരിക്കുന്നത്, അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഈ സമയമാകുമ്പോൾ അങ്ങനെയാണ് അറിയുന്നത്. ഓക്കെ. ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിരിക്കുന്ന സീറ്റുകളിൽ മാത്രമേ ഇരുത്താറുള്ളൂ. കണ്ടോ, അതെല്ലാം കോവിഡിന് ഇത് വേണ്ടിയിട്ടും ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിരിക്കുന്ന സാധനങ്ങളിൽ മാത്രമേ ഇരിക്കാറുള്ളൂ. അതായത് ഒന്നര വിട്ടാണ് സീറ്റ് കൊടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഷോയുടെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് മാത്രം 3 ടൈമിങ്ങിൽ മാത്രമേ ഉള്ളൂ. വിജയുടെ ഒരു ഫാനെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ആ നല്ല കാര്യം. അപ്പോൾ ഗൈസ്, അപ്പോൾ വിജയുടെ ഒരു ഫാനെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താ? സജീറാണ്. അപ്പോൾ വിജയുടെ ഒരു ഫാനാണ്. തലേ ദിവസം തന്നെ അതേ ടിക്കറ്റ് ഇവിടെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. കണ്ട QR കോഡൊന്നും ഇല്ലല്ലോ, അല്ല വേറെ ആൾക്കാർ ചിലപ്പോൾ സ്കാൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ. അപ്പോൾ ടിക്കറ്റൊക്കെ ഇന്ന് തന്നെ എടുത്ത് വെച്ചിരിക്കും. അപ്പോൾ നാളെ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ കയറുമെന്നാണ് പറഞ്ഞത്. ചേട്ടൻ്റെ പേരെന്താണ്? എന്ത് ചെയ്യുന്നു? ഞാൻ ലസിറ്റോട് ജീവനക്കാരാണ്. ഓക്കെ. ഞങ്ങൾ 1 വർഷമായിട്ട് ഈ പടം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എൻ്റെ സുഹൃത്ത് ജോൺസണും ഉണ്ട് ഇവിടെ. ഓക്കെ. ചേട്ടൻ്റെ പേരെന്താ? കടിമില്ലിൻ്റെ ഓണർ. കാണാനൊക്കെ നല്ല കൊടും കോടീശ്വരൻ. ഞങ്ങൾ വളരെ ആകാംക്ഷയിലാണ് എല്ലാവരും ഈ പടം കാണാനായിട്ട്. നാളെ ഈ പടം ഒരു സംഭവം തന്നെയാണ് എല്ലാവരും. തീർച്ചയായും. അപ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ കാൽവെപ്പ്. എല്ലാ പടവും, ഈ പടം മാത്രമല്ല, എല്ലാം മമ്മൂക്കടയും ലാലേട്ടയും എല്ലാ പടവും വിജയിക്കട്ടെ എന്ന് ഈ ഒരു സമയത്ത് ആശംസിക്കുന്നു. പടം പൊളിയായിരിക്കും, വിജയം പൊളിയായിരിക്കും. എല്ലാവിധ ആശംസകളും നേരുന്നു. നാളെ കാണാം. ഓക്കെ. അപ്പോൾ ഒരു ഫാൻ ബോയുടെ കുറച്ച് വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ടുപോകാം. തീർച്ചയായിട്ടും.
ഫ്രണ്ട്സ്, അപ്പോൾ ഈ വിജനമായിട്ട് കിടക്കുന്ന ഈ തിയേറ്ററിൻ്റെ മുൻവശം, ഇവിടെ ജനസാഗരമാണ്. ഓരോ പടങ്ങളും റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസവും റിലീസ് ചെയ്യുന്ന ദിവസവും അത് കഴിഞ്ഞിട്ട്, അതായത് DJ പാർട്ടികൾ, പാട്ടിട്ട് തുള്ളലുകൾ, അതുപോലെയുള്ള എല്ലാ പരിപാടികളും കലാപരിപാടികളും എല്ലാം നടക്കുന്നത് ഇവിടെയാണ്. ഫ്ലക്സ് കൊണ്ട് വെക്കുന്നത്, അങ്ങനത്തെ എല്ലാ പരിപാടിയും നടക്കുന്നത് ഇവിടെയാണ്. പക്ഷേ അതിന്ന് ഈ കോവിഡിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ വിജനമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ്. അതായത് ഒരു സിനിമാ പ്രേമിയെ സംബന്ധിച്ച് അതൊരു വേദനിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന പങ്കജ് തിയേറ്ററിൻ്റെ മുൻവശം എന്ന് പറയുന്നത്. അത് വിഷ്വലിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും, ഓരോ പടത്തിൻ്റെയും റിലീസ് ചെയ്യുന്ന സമയത്തുള്ള ആളുകളുടെ ഓരോരോ കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ സ്റ്റാഫല്ലേ എത്ര നാളായിട്ടുള്ള? 5 വർഷം. പക്ഷേ ഈ അടുത്തല്ലേ ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നത്? അതായത് തിയേറ്റർ അടച്ചു കൂട്ടുക ആ ഒരു സമയത്ത്. ഇപ്പോഴായിരുന്നു ഇപ്പോൾ കയറാൻ പറ്റിയത് തിരിച്ച്? തുറന്നതുണ്ട്. അതുവരെ പണിയൊന്നുമില്ലാതെ പുറത്ത് തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ ഏറ്റവും അവസാനമാണ് സിനിമാക്കാരെ കൺസിഡർ ചെയ്തത് അല്ലേ? അപ്പം കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു മാനസികമായും സാമ്പത്തികമായും അല്ല? അതുവരെ എന്തായിരുന്നു പരിപാടി? അപ്പോൾ പരിപാടിയൊന്നുമില്ല, 2 മക്കളും ഒക്കെ ഉണ്ട്. അവരെല്ലാം പെൺപിള്ളേരാണ്. ഓക്കെ. പിന്നെ ഈ അരിയൊക്കെ കിട്ടുന്നതുകൊണ്ട് അതൊക്കെ കൊണ്ട് നമ്മൾ കഴിയും. അപ്പോൾ ഇനിയൊരു വിജയത്തിലേക്കുള്ളൊരു കുതിപ്പായിരിക്കും സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ? അപ്പോൾ എല്ലാ ആശംസകളും നേരുന്നു ചേട്ടാ. താങ്ക്സ്.